everyone, welcome back. SJ ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിപ്പ് ഓഫ് ലീ ഹോർല എന്ന് പറയുന്ന ആ ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ അല്ലെ, 3rd യൂണിറ്റിലുള്ള ആ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് സമ്മറി, അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുനിന്നും ചോദിച്ചിട്ടുള്ളത്, അതെങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ഇതിന്റെ ഒരു സമ്മറിയിലേക്ക് ആദ്യം വരാം. അത് തന്നെ ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ഗീ ഡി മോപ്പസന്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് റൈറ്റർ ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. ഓക്കെ, ഗീ ഡി മോപ്പസന്റ്, ആ പേര് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. മാത്രമല്ല ഇതൊരു ട്രാവലോഗാണ്. സാധാരണ നമ്മൾ ട്രാവലോഗുകളൊക്കെ ചെയ്യുന്നത് പോലെയല്ല, ഇത് ആകാശത്തോടെ ഒരു ബലൂണിൽ യാത്ര ചെയ്യുന്നതാണ് ഇതിനകത്ത് പറയുന്ന കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വളരെ കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ജസ്റ്റ് ഒരു ജേർണി ചെയ്തു എന്നല്ലേ ഉള്ളൂ, അവിടെ നമ്മുടെ ആൻസർ തീർന്നു പോകും. പക്ഷെ 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ നമ്മൾക്ക് എഴുതുമ്പോൾ അത് പോരല്ലോ. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം പോലെ, ഒരു സിനിമ കണ്ടതുപോലെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഞാനൊന്ന് ശ്രമിക്കാൻ പോകുന്നത്. നേരെ നമുക്ക് ചാപ്റ്റർ സമ്മറിയിലേക്ക് വരാം. The narrator receives a telegram from Captain Jovis in which Captain Jovis informs him that the air balloon journey will start at 5 o'clock. Narrator എന്ന് പറഞ്ഞാൽ നമ്മുടെ മോപ്പസന്റ് ആണ്. മോപ്പസന്റിന് ഒരു ഇമെയിൽ കിട്ടാണ്. ഇമെയിലാണ് ഇന്ന് കിട്ടുക, പക്ഷെ അന്ന് ടെലഗ്രാം ആണ്, പഴയ കാലമാണ്, 19th century റൈറ്റർ ആണ്. അദ്ദേഹം അന്ന് ടെലഗ്രാം കിട്ടി. ഒരു എന്താണ് മെസ്സേജ്, എന്താണ് അതിനകത്ത്, ക്യാപ്റ്റൻ ജോവിസ് അയക്കുന്നതാണ് ഈ ഒരു ടെലഗ്രാം. അദ്ദേഹം പറയുന്നത് നമുക്ക് ബലൂൺ ജേർണിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എയർ ബലൂണിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അത് നിങ്ങൾ എത്തേണ്ട സമയം 5 മണിയാണ്, അല്ലെങ്കിൽ 5 മണിക്ക് നമ്മൾ യാത്ര തുടങ്ങുമെന്ന് പറയുന്നു. സോ ഹി റീച്ചസ് അറ്റ് ലാവ്ലെറ്റ്. അങ്ങനെ അദ്ദേഹം ലാവ്ലെറ്റ് എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഫാക്ടറിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. എന്നിട്ടോ അറ്റ് 5 o'clock ദ ബലൂൺ ഇൻ ദ കോർട്ട്യാർഡ്. അപ്പൊ അദ്ദേഹം അവിടെ കാണുന്നത് ബലൂൺ അവിടെ വലിയ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, and its yellow cloth is lying on the ground under the rope. റോപ്പ് എന്ന് പറഞ്ഞാൽ കയറുകൾക്ക് ചുറ്റിലുമായിട്ട്, അല്ലെങ്കിൽ കയറുകൾക്ക് ഉള്ളിലായിട്ട് കാറ്റ് നിറയ്ക്കാത്ത ആ ഒരു തുണി, അങ്ങനെ മഞ്ഞ തുണി അങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, people who come there to watch the hot air balloon journey of the narrator and others begin to examine the hot air balloons basket. പല ആളുകളും അവിടെ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ടൈറ്റാനിക് ഒക്കെ ആദ്യത്തെ യാത്ര പോകുന്ന സമയത്ത് ആ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ആളുകൾ അല്ലെ. അപ്പൊ അതുപോലെ ഈ എന്തെങ്കിലും കാണുമ്പോഴേക്കും, JCB കാണുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടും അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവരുടെ നറേറ്ററും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നടത്തുന്ന യാത്ര ആദ്യത്തെ യാത്രയാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടും ആളുകൾ ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നുണ്ട് ഈ ബാസ്ക്കറ്റും. ഇതിന്റെ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് ആളുകൾ നിൽക്കുക, അതൊക്കെ ആളുകൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ ദ ബാസ്ക്കറ്റ് ലീ ഹോർല ഇസ് റിട്ടൺ ഓൺ ദ മഹാഗണി പ്ലേറ്റ്. അതിന്റെ താഴെയേറ്റ ബാസ്ക്കറ്റിന്റെ മേലെ ഇങ്ങനെ ഇവിടെ വെളുത്ത ഭാഗമല്ലേ, അവിടെ ഇങ്ങനെ ഒരു മഹാഗണി മീൻസ് ഒരു മരമാണ്. ആ മരത്തിന്റെ മേലെ ഒരു ഗോൾഡൻ ലെറ്റേഴ്സിൽ ലീ ഹോർല എന്ന് അതിന്റെ പേര് എഴുതി തൂക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, the gas is filling in the yellow cloth through a long tube. വലിയൊരു ട്യൂബിലൂടെ ഇതിനകത്തേക്ക് എന്താ പറയാ ഗ്യാസ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, thus ലീ ഹോർല begins to grow enormously. അങ്ങനെ ഗ്യാസ് നിറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീ ഹോർല എന്ന് പറയുന്ന നമ്മുടെ ബലൂൺ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, എനോർമസ്ലി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ജോവിസ് ആൻഡ് ഹിസ് അറ്റൻഡൻസ്, ക്യാപ്റ്റൻ ജോവിസും അദ്ദേഹത്തിന്റെ സഹായികളും ഓക്കെ ആർ ഡൂയിങ് ദ റെസ്റ്റ് ഓഫ് വർക്ക്സ് ലൈക്ക് സ്പ്രെഡിങ് ദ നെറ്റ് ടു മെയിൻറ്റെയിൻ ദ പ്രഷർ. അപ്പൊ അവരിങ്ങനെ പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നെറ്റില്ല, ഈ നെറ്റ് ആണ് ഈ പറയുന്നത്. അപ്പൊ ആ ബലൂണിലെ എല്ലായിടത്തേക്കും ഒരേപോലെ കാറ്റെത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നെറ്റൊക്കെ തന്നെ പിടിച്ച് വലിച്ചൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ജോബിസും അദ്ദേഹത്തിന്റെ അറ്റൻഡൻസിന്റെ ജോലിയാണത്. പിന്നെയോ then some people criticizes that the air balloon will destroy before it reaches the fortifications. Fortifications എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേഴ്സ്, ആ ബിൽഡിങ്സിന്റെ ഉയരത്തിലേ എത്തുള്ളൂ എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ചില നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല, എന്ത് കാണാണെങ്കിലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊന്നും വരാൻ പോകുന്നില്ല അല്ലെ. അപ്പൊ അതേപോലെ ഈ ബലൂണിൽ പോകുന്ന ആ ബലൂൺ ഇപ്പൊ ആ ഫോർട്ടിഫിക്കേഷൻസ് വരെ അത്ര എത്തുള്ളൂ, ആ ബിൽഡിങ്ങിന്റെ ഒക്കെ ആ ഒരു പൊക്കത്തിൽ എത്തുള്ളൂ, അത് അറിയ വീഴും. ഓക്കെ, അങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. സം പീപ്പിൾ ക്രിട്ടിസൈസ് ദ ബലൂൺ, എയർ ബലൂൺ വിൽ ബി ഡിസ്ട്രോയ്ഡ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ ഫോർട്ടിഫിക്കേഷൻസ്. ഓക്കെ, ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ ഹോട്ട് എയർ ബലൂൺസ് ബാസ്ക്കറ്റ് ദ പാസഞ്ചേഴ്സ് ഡൈൻ ആസ് പെർ ദ കസ്റ്റം. എന്ന് വെച്ചാൽ സാധാരണ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു ആചാരം പോലെയാണ് എന്തോ ഈ ബലൂണിലേക്ക് കയറുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ആളുകൾ അവിടെ പോയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നും ഫുഡ് കഴിക്കുക, ഡൈൻ ചെയ്യാന്ന്. കാരണം ഇവർ ഇനി യാത്ര ചെയ്യാൻ പോവാണ്, ഇവർക്ക് ഇനി രാത്രിയിലെ ഭക്ഷണം ഇല്ല. കാരണം ഈ പറയുന്ന ആകാശത്തിലൂടെയാണ് യാത്ര. പിറ്റേ ദിവസമാണ് അവരെന്ത് ചെയ്യുന്നുള്ളൂ, തിരിച്ച് നാട്ടിലേക്ക് വരുള്ളൂ. അപ്പൊ അതുവരെ ഫുഡൊന്നും ഉണ്ടാവില്ല, ഫുഡ് വരെ കൊണ്ടുവന്ന ചെറിയ ഭക്ഷണമുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട്
എല്ലാം കഴിച്ചിട്ടാണ് സെറ്റായിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അവർ കഷ്ടമാണ് അവിടുത്തെ എന്താ പറയുക ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. സോ അവരെല്ലാവരും ആ പാസഞ്ചേഴ്സ് അതിനകത്ത് യാത്ര ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് Captain Jovis and his attendants connect the basket to the balloon. Captain Jovisum attendants ബാസ്കറ്റിനെ ബലൂണുമായിട്ട് കണക്ട് ചെയ്തു. ഇനിയോ ബാരോമീറ്റേഴ്സ് ഹാവ് ടേക്കൺ എ ചെക്ക് ദ വെദർ. ബാരോമീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഫോർ ദ പാസഞ്ചേഴ്സ് സ്റ്റാർട്ട് ദ ജേർണി ദേ കീപ് എ സൈറൻ, 2 trumpets. അതിനകത്ത് കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ പേരാണ് പറയുന്നത്. ഇപ്പോൾ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഒരു സൈറൻ എടുത്തിട്ടുണ്ട്. അവരിങ്ങനെ വിളിക്കാനാണോ, പക്ഷെ ശബ്ദം ഉണ്ടാക്കുന്ന സൈറൻ നിങ്ങൾക്ക് അറിയാം. നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ് സൈറൻ ഉപയോഗിക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെ 2 trumpets നമ്മൾ ഈ പറഞ്ഞ പോലെ ഗെയിംസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതല്ലേ, ഇങ്ങനെ ഒരു പെപ്പരാന്ന് പറഞ്ഞ ആളുകൾ വിളിക്കുന്ന സാധനം. അപ്പൊ അത് കൊണ്ടുവന്നുണ്ട്. ഫുഡ് ഉണ്ട്, ഓവർ കോട്ട്സ് ഉണ്ട്, റെയിൻ കോട്ട്സ് ഉണ്ട്, മഴ പെയ്താൽ ധരിക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്താ പറയാ, മഴയൊക്കെ എക്സ്പോസ്ഡ് ആണ് എന്ന് വെച്ചാൽ അത് കൊള്ളാന്നല്ലാതെ വേറെ ഒരു കവചമൊന്നും ഇല്ല അതിന് അല്ലെ. അപ്പൊ അതുകൊണ്ട് റെയിൻ കോട്ട് എടുത്തിട്ടുണ്ട്, ഓവർ കോട്ട്, തണുപ്പാണെങ്കിൽ ഓവർ കോട്ട് എടുത്തിട്ടുണ്ട്, അതർ തിങ്സ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫൈനലി ക്യാപ്റ്റൻ ജോയിസ് അതിനകത്ത് ആരൊക്കെയാണ് കയറുന്നതെന്നാണ്. ലെഫ്റ്റനന്റ് മാലറ്റ്, എറ്റ്നിൻ ബിയോ, മിസ്റ്റർ പോൾ ബെസന്റ് ആൻഡ് ഗീഡി മോപ്പസന്റ് ഗെറ്റ് ഇൻ ടു ദ ബാസ്കറ്റ്. അപ്പൊ ഈ പേരുകൾ ഓർത്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാമെന്ന്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലൈവ് TV റിപ്പോർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, റിപ്പോർട്ടർ നിന്നുകൊണ്ട് ഇതിന്റെ ടേക്ക് ഓഫ് ഇങ്ങനെ വിവരിക്കുകയാണ്. അതെങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു, വി ക്യാൻ സീ ദ പാസഞ്ചേഴ്സ് ആർ ഗെറ്റിംഗ് ഇൻടു ഇറ്റ് ആൻഡ് there is Captain Jovis, Lieutenant Mallet, Edmund Bio and Mr. Paul Besant and Giri Mopasant. Yes, they have got in എന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്ത് ചെയ്യുന്ന പോകുന്ന പരിപാടി. ഇതാണ് നീ പറഞ്ഞ ലൈവ് TV റിപ്പോർട്ട്. ഇത് ചോദിക്കും. അപ്പൊ അതിൽ നമുക്ക് ആളുകളുടെ പേര് വേണം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിലും പിറ്റേ ദിവസം ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, അത് പറയുമ്പോഴും നമുക്ക് ആളുകളുടെ പേര് വേണം. ക്ലിയർ അല്ലേ? അപ്പൊ ആ പേരുകളൊന്ന് ഓർത്ത് വെക്കണം. 2 തവണ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ്, ലീ ഹോർല ഇസ് മൂവിംഗ് ഇൻ ദ സ്കൈ. അങ്ങനെ മൂപ്പര് ആശാൻ പൊങ്ങാൻ തുടങ്ങി കേട്ടോ. ലീ ഹോർല ഇസ് മൂവിംഗ് ഇൻ ദ സ്കൈ. ദ നറേറ്റർ ഡിസ്ക്രൈബ്സ് ഇറ്റ്സ് മൂവ്മെന്റ്സ് thus. നറേറ്റർ അതിന്റെ മൂവ്മെന്റിന് എങ്ങനെയാ പറയുന്നത്, നമുക്ക് കേൾവിക്കാരന് വായനക്കാരന് എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? വി ഫ്ലോട്ട്, ഞങ്ങളിങ്ങനെ ഒഴുകായിരുന്നു അന്തരീക്ഷത്തിലൂടെ. വി റൈസ്, ഞങ്ങളിങ്ങനെ ഉയരുകയായിരുന്നു. വി ഗ്ലൈഡ്, ഞങ്ങളിങ്ങനെ തെന്നി പോവുകയാണ്. വി ഫ്ലൈ, ഞങ്ങളിങ്ങനെ പറന്ന് പോവുകയാണ്. ദ പാസഞ്ചേഴ്സ് സീ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് സച്ച് ആസ് ഏരിയൽ വ്യൂ ഓഫ് പാരീസ്, ഡോംസ്, ടവേഴ്സ്, സ്റ്റീപ്പിൾസ്, ദ പ്ലെയിൻ, ദ കൺട്രി. ലോങ് റോഡ്സ് ആർ തിൻ ആൻഡ് വൈറ്റ്, ഗ്രീൻ ഫീൽഡ്സ് ആൻഡ് വുഡ്സ് which are black. എന്തൊക്കെ കാഴ്ചകൾ കാണുന്നത് ഒറ്റ സെന്റൻസിലൂടെ ഞാൻ പറയാണ്. ദ പാസഞ്ചേഴ്സ് സീ ബ്യൂട്ടിഫുൾ സൈറ്റ്സ്. കാഴ്ച ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഏരിയൽ വ്യൂ ഓഫ് പാരീസ്. ഏരിയൽ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഇസ് ഇൻ ദ എയർ. ആകാശത്തിൽ നിന്നും താഴെ നമ്മളൊരു ഗൂഗിൾ മാപ്പ് ഒക്കെ കാണുന്നത് പോലെ പാരീസിന്റെ മാപ്പ് ഇങ്ങനെ താഴെ കാണുന്നുണ്ട്. ഡോംസ് കാണുന്നുണ്ട്, മിനാരങ്ങൾ കാണുന്നുണ്ട്, ടവറുകൾ കാണുന്നുണ്ട്. സ്റ്റീപ്പിൾസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റീപ്പിൾസ് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്ലെയിൻ സമതലങ്ങൾ കാണുന്നുണ്ട്. കൺട്രി ഗ്രാമങ്ങൾ കാണുന്നുണ്ട്. വലിയ റോഡുകൾ, അത് മെലിഞ്ഞ കറുത്തതും വെളുത്തതുമായിട്ടുള്ള വരകളായിട്ട് തോന്നിക്കുന്ന റോഡുകൾ കാണുന്നുണ്ട്. പച്ച വയലുകൾ കാണുന്നുണ്ട്. കറുത്ത കാടുകൾ കാണുന്നുണ്ട്. ദ എയർ ബലൂൺ ഇസ് സംടൈംസ് റൈസിംഗ് ആൻഡ് സംടൈംസ് ഡിസെൻഡിങ്. എയർ ബലൂണിന്റെ യാത്ര എങ്ങനെയാണ്? ചിലപ്പോഴൊക്കെ ഉയരുന്നു, ചിലപ്പോഴൊക്കെ താഴും. കാരണം ഇതിനെ കൊണ്ടുപോകുന്നത് വിൻഡാണ്. ഓക്കെ, അല്ലാതെ മോട്ടോർ എഞ്ചിനോ സംഗതികളൊന്നും ഇതിനില്ല. സോ ചിലപ്പോൾ ഇതിങ്ങനെ പൊങ്ങും, ചിലപ്പോൾ താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, ദ ബലൂൺ ഇസ് സംടൈംസ് റൈസിംഗ് ആൻഡ് സംടൈംസ് ഡിസെൻഡിങ്, താഴേക്ക് വരിക. വൈൽ ദേ ആർ മൂവിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ദേ ക്യാൻ ഹിയർ നോയ്സസ് സച്ച് ആസ് സൗണ്ട് ഓഫ് വീൽസ് റോളിംഗ് ഇൻ സ്ട്രീറ്റ്സ്. അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരിങ്ങനെ പോകുന്ന സമയത്ത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുന്ന സമയത്ത് അവർക്ക് താഴെയുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ ചിലതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? റോളിംഗ് ഓഫ് ദ വീൽസ് ഇൻ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിലൂടെ എന്താ പറയുക, ഉരുണ്ടു പോകുന്ന കാളവണ്ടിയുടെയൊക്കെ മറ്റും ടയറുകളില്ലേ, ആ ടയറുകളുടെ ശബ്ദം ഇങ്ങനെ അവരിങ്ങനെ ആ റോളിംഗ് സൗണ്ട് കേൾക്കാം. അതുപോലെ തന്നെ സ്നാപ്പ് ഓഫ് വിപ്പ് എന്ന് വെച്ചാൽ കാളവണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുതിരവണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകൾ വിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചാട്ടവാറ് കൊണ്ട് അതിന്റെ മൃഗങ്ങളെ അടിക്കുന്ന ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ദ വോയിസ് ഓഫ് ഡ്രൈവേഴ്സിന്റെ എന്ന് പറയുന്ന ആ ശബ്ദങ്ങൾ കേൾക്കാം. ദ റോളിംഗ് ഓഫ് ദ വിസിലിംഗ് ഓഫ് ദ ട്രെയിനിന്റെ ആ ഒരു ശബ്ദം അത് കേൾക്കാം. ആൻഡ് ദ ലോഫിംഗ് ഓഫ് ദ ബോയ്സ്, കുട്ടികളുടെ ചിരികൾ, ആഹ്ലാദത്തിന്റെ ചിരികളൊക്കെ കേൾക്കാം. ദ ടൈം ഇസ് റണ്ണിങ്. അങ്ങനെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. Now it is past 10 o'clock. രാത്രി ഏകദേശം 10 മണിയായി. The passengers can hear the country noise, cry of a quail, mewing of cats, barking of dogs and lowing of the cows. Okay, അപ്പോൾ
ഒരുപാട് മൃഗങ്ങളുടെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ അവർ രാത്രിയായിട്ടും കേൾക്കുന്നുണ്ട്. എന്തായിരിക്കും കാരണം? ദേ ക്യാൻ സ്മെൽ. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മൃഗങ്ങൾ എപ്പോഴും ഇങ്ങനെ നോട്ടീസ് ചെയ്യുമല്ലോ പ്രകൃതിയിലുള്ള മാറ്റങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ എർക്കൊക്കെയോ അല്ലെങ്കിൽ സുനാമിയൊക്കെ അവർ പലായനം ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഇവര് ഈ ആകാശത്തൂടെ അസാധാരണമായിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ പറന്നു പോകുന്ന കാണുമ്പോൾ അവരെല്ലാവരും ടെൻസ്ഡ് ആണ്. അവരെങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈ ഓഫ് എ കെയിൽ എന്ന് പറയുന്നെങ്കിൽ ഒരു പക്ഷിയാണ്. കാട എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയ പക്ഷിയുടെ കരച്ചിലും കൗവിന്റെ കരച്ചിലും അതുപോലെ ഡോഗിന്റെ ബാർക്കിങ്ങും കാറ്റ്സിന്റെ മോയിങ്ങും ഒക്കെ അവർ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് they can also smell the odor of soil. മണ്ണിന്റെ മണം, ആ ഒരു സുഗന്ധമുണ്ടല്ലോ, അത് കേൾക്കാം, അത് കിട്ടുന്നുണ്ട്. the smell of the hay and the flowers and the moist. ഈർപ്പത്തിന്റെയും പൂക്കളുടെയും വൈക്കോലിന്റെ ഒക്കെ ഒരു സ്മെൽ അവർക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗ്രാമത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. ഈവൻ വേർ ദ ബലൂൺസ് ഡിസെൻഡ്, ഈവൻ വേർ ദ എയർ ബലൂൺ ഡിസെൻഡ്സ് ദ പാസഞ്ചേഴ്സ് ത്രൂ സാൻഡ്സ് ഫ്രം ദ ബ്ലാസ്റ്റ്. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ട്. ആ സഞ്ചിക്കകത്ത് ഇവരെന്താ വെക്കുന്നത്? കുറച്ച് മണലാണ്. ഓക്കെ, ഈ മണലാണ് ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവരെന്ത് ചെയ്യുന്നു? താഴേക്കിടും. എപ്പോ? ഈ വണ്ടി താഴേക്ക് പോകുമ്പോൾ. അപ്പൊ വണ്ടി താഴേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇത് പിടിച്ചിട്ട് താഴേക്ക് എറിയും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ഇതിന്റെ വെയിറ്റ് കുറഞ്ഞില്ലേ? ഇവരെ കയ്യിലുള്ള മണല് താഴേക്ക് എറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്ല് താഴേക്ക് എറിയുമ്പോൾ ഈ ബലൂണിന്റെ വെയിറ്റ് കുറഞ്ഞില്ലേ? അപ്പൊ ഇത് എങ്ങോട്ട് പോകും? ഇതിന്റെ മുകളിലേക്കായിരിക്കും പിന്നെ ഇതിന്റെ യാത്ര. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോട്ട് എയർ ബലൂൺ ഈ ഹോറിലെ താഴേക്ക് പോകാന്നിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കുറച്ച് വെയിറ്റ് ഉള്ള ഈ റിമോട്ട് എടുത്ത് താഴേക്ക് ഇട്ടു. അപ്പൊ ഇത് സ്പീഡിൽ അങ്ങോട്ട് മേലേക്ക് പോയി. കാരണം ഇതിന്റെ വെയിറ്റ് കുറഞ്ഞു, മേലേക്ക് പോകാൻ തുടങ്ങി. ഇതാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഈ even throw a pinch of sand, half a sheet of paper, or one or two drop of water and the bones of chicken. അവർ കഴിച്ച ചിക്കന്റെ എല്ലുകളോ വെള്ളത്തിന്റെ 1-2 തുള്ളികളോ അല്ലെങ്കിൽ ഷീറ്റ്സ് ഓഫ് പേപ്പറോ സാൻഡ് ഒരു പിഞ്ച് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞൊരു നുള്ളു മണലൊക്കെയാണ് അവർ പുറത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും ഇതെന്ത് ചെയ്യും? ദേ ക്യാൻ ഓൾസോ റിയലൈസ് ദ ഓർഡർ ഓഫ് ഗ്യാസ്. ഓക്കെ, അപ്പൊ അവർ താഴേക്ക് എറിയുമ്പോഴേക്കും അതിങ്ങനെ മുകളിലേക്ക് പോകും. പിന്നെ മറ്റൊരു കാര്യം അവർ പറയുന്നത് അവർക്ക് ഈ ഗ്യാസിന്റെ സ്മെല്ല് ഓർഡർ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ്. അത് വേറെ ഒന്നുമല്ല, ഈ ബലൂണിന്റെ അകത്ത് നിറച്ചിട്ടുള്ള ഗ്യാസ് ആണ്. അപ്പൊ ചില പ്രഷറുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഈ ബലൂണിന്റെ അകത്ത് എസ്കേപ്പ് വാൽവുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫുട്ബോളൊക്കെ ആലോചിച്ചാൽ മതി. ഫുട്ബോൾ എയർ ടൈറ്റ് അല്ല, അതിനകത്ത് ഒരു എസ്കേപ്പ് വാൽവ് ഉണ്ട്. നല്ല ഫോഴ്സിലൊക്കെ അടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാറ്റ് പതുക്കെ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ബലൂൺ പൊട്ടിപ്പോകും. ബലൂൺ പോലെ ആണെങ്കിൽ പൊട്ടിപ്പോകും അല്ലേ? ബലൂൺ പോലെ ആണെങ്കിൽ അട്ടി കിട്ടിയാൽ പൊട്ടിപ്പോകില്ലേ? പക്ഷെ ഫുട്ബോൾ അങ്ങനെ പൊട്ടില്ലല്ലോ. അതിന്റെ കാരണം അതിന്റെ എസ്കേപ്പ് വാൽവിലൂടെ കുറച്ച് കാറ്റ് പുറത്തേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ കളി കഴിഞ്ഞാൽ പിന്നെയും എയർ ഫില്ല് ചെയ്യുന്നത്. ഇതേപോലെയാണ് ഈ ബലൂണിന്റെ മെക്കാനിസം. ഓക്കെ, അപ്പൊ അതൊന്നും ഗ്യാസ് പുറത്തേക്ക് പോയത് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്മെൽ ചെയ്യുന്നുണ്ട്. ഇതാണ്. ഓക്കെ, നൗ ദ എയർ ബലൂൺ ഈസ് റൈസിങ്. ഇപ്പോ എയർ ബലൂൺ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ദ പാസഞ്ചേഴ്സ് റൈസ് അപ് ടു 2000 feet 2000 ഫീറ്റുകൾ മുകളിൽ, 2000 അടി മുകളിലെത്തി അവര്. സിൻസ് ഇറ്റ് ഇസ് ഡാർക്ക് ദേ കനോട്ട് സീ ദ ബാരോമീറ്റേഴ്സ് ടു നോ ദ വെദർ condition, but they understood that they are rising up by the fall of the rice paper, which is compared to a dead butterflies. പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, കാണുന്നില്ല എന്താ ബാരോമീറ്ററിലേക്ക് നോക്കാന്. പക്ഷെ അവരുടെ കയ്യിലുള്ള പേപ്പർ താഴേക്ക് ഇടുന്ന സമയത്ത് പേപ്പർ എങ്ങോട്ടാ പോകുന്നത്? പേപ്പർ അല്ലെങ്കിൽ മണലൊക്കെ പേപ്പർ തന്നെ, മണല് കല്ലോ ഒക്കെ എന്താണെങ്കിലും അവർ താഴേക്ക് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇടുന്ന സമയത്ത് അത് താഴേക്കാണ് പോകുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വണ്ടി മുകളിലേക്കാണ് പോകുന്നത്. ഇനി അതെങ്ങനെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം വണ്ടി താഴേക്കാണ് പോകുന്നതെന്ന്. ഓക്കെ, ഇതാണ് അവിടെ അവർ മനസ്സിലാക്കുന്നത് യാത്ര എങ്ങോട്ടാണ്. ഇപ്പൊ നമ്മൾ ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ട്രെയിൻ അങ്ങോട്ടാണോ പോകുന്നത് ഇങ്ങോട്ടാണോ പോകുന്നത്, വേറെ ട്രെയിൻ അതിലെ അങ്ങോട്ട് വരിക, അതാണ് മൂവ് ചെയ്യുന്നത്, നമ്മുടെ ട്രെയിനാണോ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നോക്കാനും കമ്പയർ ചെയ്യാനും ഇവിടെ ഒരു സാധനമില്ല, അന്തരീക്ഷമാണ് അല്ലെ, ആ ഒരു വേറെ ആരുമില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇവർ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, റൈസ് പേപ്പേഴ്സ് ഒക്കെ പുറത്തേക്ക് ഇടും. ആ പുറത്തേക്ക് ഇടുന്ന റൈസ് ബട്ടർഫ്ലൈസ് ഒക്കെ ഡെഡ് ബട്ടർഫ്ലൈസിനെ പോലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറക്കല്ല, മുകളിലേക്ക് പറക്കല്ല, ഡെഡ് ബട്ടർഫ്ലൈസിനെ പോലെ താഴേക്ക് പറക്കാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ കനോട്ട് സീ ദ എർത്ത് ബിക്കോസ് ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ മിസ്റ്റ്. ഇപ്പൊ അവർക്ക് ഭൂമിയെ കാണുന്നില്ല, കാരണം അവിടെ ചെറിയൊരു മിസ്റ്റിന്റെ ഒരു ആവരണം ഉണ്ടായിട്ടുണ്ട് അവർക്കും ഭൂമിക്കും ഇടയില്. Above them stars are twinkling. അവിടെ മുകളിൽ ആകാശത്ത് നല്ല നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ട്. They feel that the moon is rising from below. അവർക്ക് തോന്നാണ് മൂൺ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്നത് പോലെ തോന്നാണ്, കാരണം അവർ അത്രയും മുകളിലാണ് നിൽക്കുന്നത് അല്ലെ. ഇനിയോ they even feel that the earth is submerged in the milky vapors which appears to be like a sea. അവർക്ക് തോന്നാണ് താഴെയുള്ള ഈ എന്താ പറയാ കോടയും മറ്റുമൊക്കെ ഒരു വലിയ മിൽക്കി കടലായിട്ട് അവർക്ക് തോന്നുകയാണ്. ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന വലിയൊരു മിൽക്കി
വേപ്പറായിട്ട് അവർക്ക് തോന്നുകയാണ് ഈ പറയുന്ന എന്താ പറയാ മേഘങ്ങളോ അല്ലെങ്കിൽ പറയുന്ന മിസ്റ്റോ ഒക്കെ. ഓക്കെ, ദേ ഫീൽ ദാറ്റ് ദ മൂൺ ഇസ് ലൈക്ക് അനദർ ബോൾ ആൻഡ് ബലൂൺ ഇസ് കമ്പയർഡ് വിത്ത് എ ലാർജർ മൂൺ. അപ്പൊ അവര് തോന്നുകയാണ് ഈ അന്തരീക്ഷത്തിൽ ഇപ്പോ ഇവരും അതുപോലെ തന്നെ ഈ മൂണും മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോ ഇവരുടെ ഈ ബലൂണും മൂണും മാത്രമുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് തോന്നുകയാണ് ഈ മൂണും മറ്റൊരു ബലൂണാണ്. ഓക്കെ, മറ്റൊരു ബലൂൺ പോലെയാണ് ഈ മൂണും ഉള്ളത്. അനദർ ബലൂൺ ആയിട്ട് തോന്നുകയാണ്. ആൻഡ് ദ ബലൂൺ ഇസ് കമ്പയർഡ് ടു വിത്ത് എ ലാർജർ മൂൺ. മാത്രമല്ല ഞങ്ങളുടെ ഈ ബലൂൺ ഉണ്ടല്ലോ ലീഹോർല, അത് മറ്റൊരു മൂണായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട് ഓതർ. ദ നറേറ്റർ കമ്പയർസ് ദ പാസഞ്ചേഴ്സ് വിത്ത് ബേർഡ്സ് ഹു ഡു നോട്ട് ഈവൻ ഹാവ് ടു ഫ്ലാപ്പ് ദെയർ വിങ്സ്. അദ്ദേഹത്തിന് ഇങ്ങനെയും പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ പക്ഷികളെ പോലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറന്നിട്ട് ഇങ്ങനെ പക്ഷികളെ പോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുവരെ ആവശ്യമില്ല, ചിറകടിക്കേണ്ട ആവശ്യം വരെയില്ല. ചില പക്ഷികൾ അങ്ങനെ പറക്കാറില്ലേ, ചിറകടിക്കാതെ ഇങ്ങനെ പറക്കൂലേ അല്ലെ. അപ്പൊ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. Air balloon journey makes the passengers to forget about their troubles, memories, regrets, plans and hopes. ഇതൊക്കെയാണ് നമ്മളെയും പ്രശ്നം അല്ലെ. എന്ന് വെച്ചാൽ ഒന്നിനെ കുറിച്ച് ഓർക്കാതെ, ഒരു പ്രതീക്ഷയെ കുറിച്ച് ഓർക്കാതെ, ഒരു പരീക്ഷയെ കുറിച്ച് ഓർക്കാതെ, ഒരു ട്രബിൾസിനെ കുറിച്ച് ഓർക്കാതെ അവരിങ്ങനെ ആ ഒരു യാത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്തോഷത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ദേ ആർ റൈസിംഗ്. ഇപ്പോഴും മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. നൗ ഇറ്റ് ഇസ് മിഡ് നൈറ്റ്. ഇപ്പൊ ഏകദേശം മിഡ് നൈറ്റ്, അർദ്ധരാത്രിയായി. ദേ പാസ് എ cultivated country and a large city. They see the shadow of the air balloon which the passengers misunderstand first. Okay, എന്ന് വെച്ചാൽ ആദ്യം അവര് എന്താ പറയാ ഒരു കൾട്ടിവേറ്റഡ് കൺട്രിയിലൂടെ ഇങ്ങനെ പോവാണ്, കൃഷിയൊക്കെ ഉള്ള ഒരു വില്ലേജിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് അവർക്ക് തോന്നുകയാണ് പെട്ടെന്ന് അവരെ പിന്തുടരുന്നു ഒരു വലിയ ജീവി താഴെ. ഓക്കെ, then they hear the noises of the they see the shadow of the air balloon which the passengers misunderstood first. അപ്പൊ ആദ്യം അവർ വിചാരിച്ചത് മറ്റെന്തോ ജീവിയാണ്, നായ മറ്റോ ആണ് അവരുടെ പിന്നാലെ ഇങ്ങനെ ഓടി വരുന്നത് പോലെ തോന്നുന്നു. ഓക്കെ, വലിയ വലിയ റോഡുകളെയും കിടങ്ങുകളെയൊക്കെ എടുത്ത് ചാടുന്നൊക്കെ ഉണ്ടത്. അപ്പൊ എന്താന്ന് അത്ഭുതപ്പെട്ടപ്പോഴാണ് ക്യാപ്റ്റൻ ജോയ്സ് പറഞ്ഞത് അതൊന്നുമല്ല, നായയൊന്നുമല്ല, വലിയൊരു എന്താണ് മോൺസ്റ്റർ ഒന്നുമല്ല, മറിച്ച് അത് ഈ ഒരു ബലൂണിന്റെ എന്താണ് ഷാഡോ ആണോ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ഷാഡോ ആണല്ലേ എന്ന് റിയലൈസേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു അനുഭവം അദ്ദേഹം പറയാണ്. Then they hear the noises of the frontiers. With the aid of the polar star, they understand that they are heading to Belgium. As the air balloon is moving, the shadow of it is getting larger, which is compared to a child's boat. ഇതൊരു മനസ്സിലായി. പോളാർ സ്റ്റാറിന്റെ സഹായത്തോട് കൂടിയിട്ട്, പോളാർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ എയിം ചെയ്തിട്ടാണ് പറയുന്ന സെയിലേഴ്സ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യാറ്. പണ്ടൊക്കെ അങ്ങനെയാണ് യാത്ര ചെയ്യാറ്. ആ പോളാർ സ്റ്റാർ, ധ്രുവ നക്ഷത്രം, ആ ധ്രുവ നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കുകയാണ് നമ്മളിപ്പോൾ ബെൽജിയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഹെയർ ബലൂണ് ബെൽജിയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ബലൂണിന്റെ ഷാഡോ ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ പന്തുമായിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി ക്യാപ്റ്റൻ ജോവിസ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് സ്റ്റോം ഇസ് അപ്രോച്ചിങ്. ക്യാപ്റ്റൻ ജോവിസിന്റെ ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഒരു വലിയ കൊടുങ്കാറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ ശക്തമായ കാറ്റ് അവരെ പിന്തുടർന്ന് വരുന്നുണ്ട്. ഓതറിനത് സംശയം തോന്നുന്നുണ്ട്. മൊപ്പസിന്റെ കാരണം അറിയാം, ഈ ശബ്ദം കേട്ട് പരിചയമുണ്ട്. പക്ഷെ അവരാരെയും പാനിക് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അതൊന്നുമില്ല, അത് അപ്പുറത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതിന്റെ ശബ്ദമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, Now the sun is slowly rising. ഇപ്പോൾ ഏകദേശം പ്രഭാതമായി, സൺ പതുക്കെ ഉദിച്ചു വരുന്നുണ്ട്. The passengers can distinctly see the train, the brooks, the cows and the goats. താഴെയുള്ള കാഴ്ചകളൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നു. They can also hear the crowing of the cock and the voice of the ducks. They even pass peasants. They even see peasants who waves hands at them. ട്രെയിനൊക്കെ പോകുന്ന സമയത്ത് പണ്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ തന്നെ ടാറ്റ കാണിക്കും അല്ലെ. അപ്പൊ അതുപോലെ പെസൻസ് ഒക്കെ ഈ ഒരു ബലൂണിൽ പോകുന്ന ആളുകൾക്ക് ടാറ്റ കാണിക്കുന്നുണ്ട്. അവിടെ ഇറങ്ങാൻ പറയുന്നുണ്ട് ആളുകൾക്ക്. Then they even see a highway which is compared to a river which has full of islands. ഒരു ഹൈവേ അവർ കാണുന്നുണ്ട്, അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു വലിയ നദിയായിട്ടും. അതിൽ ഒരുപാട് എന്തുണ്ട്, ഈ പറയുന്ന പോലെ ഐലൻഡുകളൊക്കെ ഉള്ള ഒരു നദിയായിട്ടൊക്കെ അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. Now the air balloon is going to descend. ഇപ്പൊ ഏതായാലും എയർ ബലൂൺ താഴേക്ക് ഇറങ്ങുകയാണ്. The passengers understand that they are near the sea. അവർക്ക് മനസ്സിലാവുന്നു ഇപ്പൊ ഇറങ്ങണം, കാരണം നമ്മളൊരു കടലിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. So if they do not land now, it will be dangerous. അല്ല, ഇപ്പൊ ഇറങ്ങിയിട്ടില്ലെങ്കിൽ
പിന്നെ തീരുമാനവും കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്യാപ്റ്റൻ ജോബിസ് ഇസ് ലുക്കിംഗ് ഫോർ എ പ്ലേസ് ടു ലാൻഡ്. ദേ ക്രോസസ് എ കനാൽ, ഒരു കനാല് ക്രോസ് ചെയ്തു. ദേ അറൈവ് ദ അറൈവൽ ഫ്രൈറ്റൻസ് ചിക്കൻ. അവരുടെ ആ ഒരു ലാൻഡിങ് അവിടെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയും പീജിയൻസിനെയും ഡക്സിനെയും ഡോഗ്സിനെയും കൗസിനെയും ഒക്കെ കാറ്റ്സിനെയും ഒക്കെ പേടിപ്പിക്കുന്നുണ്ട്. താഴേക്ക് ഒരു സാധനം കൂടെ ഇറങ്ങി വരില്ലേ, തൊട്ടടുത്തൂടെ ഇങ്ങനെ പറയല്ലേ. അപ്പൊ അതിനകത്ത് ചെറിയൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെയുണ്ട്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്ലെയിൻ ഓടിക്കുന്ന സമയത്ത് ഒരു മലയുടെ മേലെ ഇടിക്കാൻ പോകുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഉയർത്തി പറന്ന് അതിനെ ജസ്റ്റ് ഇങ്ങനെ മുകളിലൂടെ പോകുന്ന ഒരു സംഭവമൊക്കെ അല്ലേ. അവസാനത്തെ ആ ഒരു എന്താ പറയാ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഐ മീൻ സാൻഡിന്റെ ബാഗ് ഉണ്ടായിരുന്നു. ആ സാൻഡിന്റെ ബാഗ് ഇത് പുറത്തേക്ക് എറിഞ്ഞിട്ട് ആ വീടിന്റെ റൂഫിന്റെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങി താഴേക്ക് പോകുന്നതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം എന്തുന്നുണ്ട് ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ദ ക്യാപ്റ്റൻ ജോബിസ് ഇസ് ലുക്കിംഗ് ഫോർ എ പ്ലേസ് ടു ലാൻഡ്. ദേ ക്രോസസ് കനാൽ. ദേ അറൈവൽ ഓഫ് അത് ഫൈറ്റിംഗ് ചെയ്യുന്ന ആനിമൽസിലൊക്കെ. ഇൻ ഓർഡർ ടു ലാൻഡ് സേഫ്ലി ദേ പുട്ട് ആരോസ് ഡൗൺവേർഡ്സ്. ദേ പാസ് എ ഫീൽഡ്സ് ഓഫ് ബീഡ്സിന്റെ ഒരു പാടത്തൂടെ അവരിങ്ങനെ പാസ് ചെയ്തിട്ട് താഴേക്ക് ഈ പറയുന്ന എന്താ പറയാ നങ്കൂരം ആങ്കറൊക്കെ താഴേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കപ്പലിലൊക്കെ ഇടുന്ന പോലെ എവിടെയും കുറച്ചിട്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബലൂടെ നിൽക്കണമല്ലോ, ആ നിൽക്കാൻ വേണ്ടിയിട്ട് ആ സാധനമൊക്കെ ആങ്കർ പറഞ്ഞാല് നങ്കൂരമില്ലേ, ആ സാധനം ഇട്ടിട്ടുണ്ട്. With the aid of the gear rope, the passengers land on the area covered with trees. They land on the ground at 3:15 a.m. 3:13 താഴെത്തി. The landing was so bad that the basket bounces back several times before it finally rests to the ground. സ്വാഭാവികമാണ്, ബാസ്ക്കറ്റ് ഒരുപാട് തവണ അങ്ങനെ താഴെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. എന്താ കാരണം? എടോ അതിന് മേലെ കണക്ട് ചെയ്തിരിക്കുന്ന വലിയ ബലൂണല്ലേ, എന്നറിയാം ഗ്യാസുമാണ് അല്ലെ. ആ ബലൂൺ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാളയെ പോലെ വലിയൊരു മോൺസ്റ്റർ ആയിട്ടുള്ള ആനിമലിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും, ഇങ്ങനെ കളിക്കൂലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ വാലിൽ കെട്ടി വെച്ചിരിക്കുന്ന ഈ ബാസ്ക്കറ്റും തല തല്ലി ചാവല് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ആളുകൾക്കും പ്രശ്നമാണ്. അതാണ് പറയുന്നത്. ഓക്കെ, സീയിങ് ദെയർ ലാൻഡിംഗ് ദ ബെൽജിയം പെസൻസ് റൺ ടുവേർഡ്സ് ദെൻ ആൻഡ് ഫോർ ഹെൽപ്പ്. അവരെ ലാൻഡിംഗ് കണ്ടപ്പോഴേക്കും ബെൽജിയത്തിലുള്ള നേരത്തെ എണീക്കുന്ന കർഷകരൊക്കെ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ഈവൻ ദ കൗസ് വിച്ച് വർ ഗ്രേസിംഗ് റൺ ടുവേർഡ്സ് ദെം. അങ്ങനെ പറയുന്നുണ്ട്, പശുക്കൾ പോലും അവിടെ ഗ്രേസ് ചെയ്തുകൊണ്ടിരുന്ന പശുക്കൾ പോലും അവരുടെ അടുത്തേക്ക് ഓടിയെത്തി എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ദ എയ്ഡ് ഓഫ് ദ ബെൽജിയൻ പെസൻസ് the passengers are able to pack their things and go to station at Heist എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഹെയ്സ്റ്റിലുള്ള എന്താ പറയാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പെസൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് അവർ വിട്ടു. ഓക്കെ, ടു ക്യാച്ച് ദ ട്രെയിൻ ടു പാരീസിലേക്കുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടി. ആസ് ദ ട്രാവൽ എസ്സേ എൻഡ്സ്, ഈ ഒരു ട്രാവലോഗ് അവസാനിക്കുമ്പോൾ Guy de Maupassant thanks Captain Jobis for inviting him to the hot air balloon ride, which helps him to see magical aerial view of Paris. ഈ മനോഹരമായ കാഴ്ച, ഈ ഒരു മാജിക്കൽ ഏരിയൽ വ്യൂ ഓഫ് പാരീസ് കാണിച്ചു തന്ന ഈ ഒരു രാത്രി മുഴുവനും 3 കാഴ്ചകൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? ഒന്ന്, സൺസെറ്റ് കണ്ടിട്ടുണ്ട്, 5 മണിക്ക് യാത്ര ചെയ്യുന്നത് അല്ലെ, സൺസെറ്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൂണിന്റെ റൈസ് കണ്ടിട്ടുണ്ട്. മൂൺ ഇങ്ങനെ ഉയർന്നു വരുന്ന ആകാശത്തേക്ക് അത് കണ്ടിട്ടുണ്ട്. സൺറൈസും കാണിച്ചു തന്ന ക്യാപ്റ്റൻ ജോബിസിന് 1000 നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രാവൽ എസ്സേ അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കുന്ന മറ്റൊരു 2 ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഒന്ന് മെയിൻ ചെയ്താണ് ഈ പറയുന്ന ഏതാണോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതുപോലെ തന്നെ അതിന്റെ ലൈവ് TV റിപ്പോർട്ട്. അപ്പൊ ഈ ലൈവ് TV റിപ്പോർട്ട് വരുമ്പോഴും ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ഏത് ഏരിയ നമ്മൾ പഠിക്കേണ്ടത്? അതാ ഫസ്റ്റുള്ള ഏരിയ അല്ലേ. അവരിങ്ങനെ ഒരു റൈസിങ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഏരിയ അല്ലേ, അവിടെ നിങ്ങൾ നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. അതിൽ എന്തൊക്കെയാണ് ആദ്യം നടക്കുന്നത്. അതിനകത്തൊരു ആളിങ്ങനെ പറയുന്നുണ്ട്, എറ്റ്നൻ ബിയർ എന്ന് പറയുന്ന ആളിങ്ങനെ അവിടെ ലേഡീസ് തടിച്ച് താഴെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കണം. കാരണം നിങ്ങളുടെ ഹാറ്റിൽ തൊപ്പിയുടെ മേലെ ഇവരുടെ മേലെ നിറയുന്ന മണ്ണ് നിങ്ങളുടെ തലയിലാവാൻ സാധ്യതയുണ്ട്, മാറി നിൽക്കാനൊക്കെ പറയുന്ന ആ ഒരു സീനൊക്കെ നിങ്ങളുടെ മൈൻഡിലൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഉണ്ടാവണം. അപ്പം നിങ്ങളത് എന്ത് ചെയ്യാം, അവർ പറയുന്നത് പോലെ പറയാം. കുറച്ച് പറയാനുണ്ടാവുള്ളൂ, പേടിക്കാനൊന്നുമില്ല. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണെങ്കിലും ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിൽ നടന്നു, ഇതിന് ആളുകളൊക്കെയാണ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഹെഡിങ് കൊടുത്തിട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം. കാരണം ചാപ്റ്റർ ഹോൾ നിങ്ങൾ എഴുതിയാൽ മതി, ഫുള്ളും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്ന കാര്യം നമുക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് എഴുതാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഇതിനകത്തും ചോദിക്കാറുള്ള മെയിൻ ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ. പിന്നെ ഇതിന്റെ കാഴ്ചകൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ എന്തെല്ലാം കാഴ്ചകളാണ് അവരവിടെ കണ്ടത്, എക്സ്പീരിയൻസ് എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമ്മറി പറയുന്നത്. എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷൻ എഴുതാൻ പറ്റും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള. സോ ഈ യൂണിറ്റിനകത്ത് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് സൺറൈസ് ഓൺ ദ ഹിൽസ്, ദ ട്രിപ്പ് ഓഫ് ലീ ഹോർല, ദ സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്ന ആ സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കണ്ടാവ് കുറച്ചുകൂടെ എന്താണ് ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ പറയുന്നത് ദ ട്രിപ്പ് ഓഫ് ലീ ഹോർല. സോ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, ഈ സമ്മറി വായിക്കുക.
അടിപൊളിയായിട്ട് എക്സാമിനേഷൻ എഴുതാം. ഓക്കെ, താങ്ക് യു.